ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായനാ ദിനത്തിന് ചോദിക്കുന്ന 40 ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ ഉള്ളൂർ വളത്തോൾ. രണ്ടാമത്തെ ചോദ്യം, നാടകവേദി പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ്? കൈനിക്കര കുമാരപിള്ളയാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഒ ചന്തുമേനോനാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഉത്തരം ഓടക്കുഴൽ. അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഒ വി വിജയനാണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, നിരുപാധികനായി അറിയപ്പെടുന്ന ജോസഫ് മുണ്ടശ്ശേരി ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ പേരേതാണ്? ചിന്താമാധുരിയാണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കപ്പെടുന്ന മണിപ്രവാള ശാകുന്തളം 1882 എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ആൻസർ. അടുത്ത ചോദ്യം, അരുന്ധതി റോയുടെ ദി ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച വർഷം ഏത്? 1997 ആൻസർ. അടുത്ത ചോദ്യം, മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആര്? ആൻസർ ചെറുകാട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. VKN എന്നത് ആരുടെ തൂലികാ നാമമാണ്? ആൻസർ VK നാരായണൻകുട്ടിയാണ്. അടുത്ത ചോദ്യം, ചെറുകാട് എന്നറിയപ്പെടുന്ന ആര്? ഗോവിന്ദ പിഷാരടിയാണ്. ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം K ശ്രീകുമാർ. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. NV എന്നറിയപ്പെടുന്നത് NV കൃഷ്ണവാര്യർ. ആനന്ദ് എന്ന തൂലികാ നാമം ആരുടേതാണ്? സച്ചിദാനന്ദൻ. മഹാകവി ഒളപ്പണ്ണയുടെ പൂർണ്ണ നാമം ഏതാണ്? ഒളപ്പണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടാണ്. അടുത്ത ചോദ്യം, മാലി എന്നറിയപ്പെടുന്നത് ആര്? മാധവൻ നായരാണ് ആൻസർ. അടുത്ത ചോദ്യം, ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത്? വർത്തമാന പുസ്തകമാണ് ആൻസർ. അടുത്ത ചോദ്യം, വർത്തമാന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? പാറമേക്കാവ് തോമാക്കത്തനാരാണ്. അടുത്ത ചോദ്യം, കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആര്? SK പൊറ്റക്കാടാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാടികളും താളം തേടി എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? സുജാത ദേവി. അടുത്ത ചോദ്യം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? മദിരാശി യാത്രയാണ് ആൻസർ. KC കേശവപിള്ള രചിച്ച യാത്രാ വിവരണം ഏതാണ്? കാശി യാത്രയാണ്. VR കൃഷ്ണയ്യരുടെ യാത്രാ വിവരണ കൃതി ഏത്? സോവിയറ്റ് യൂണിയനിലൂടെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് പ്രേംജി. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത്? കൂട്ടുകൃഷി. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിന്റെ കർത്താവ് NR പിള്ളയാണ്. കൈയും തലയും പുറത്തിടരുത് എന്ന നാടകത്തിന്റെ കർത്താവ് ആര്? ഉത്തരം തോപ്പിൽ ഭാസിയാണ്. ഉള്ളൂർ എഴുതിയ നാടകം ഏതാണ്? ആമ്പയാണ് ആൻസർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതിയാണ്. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് UA ഖാദർ. കുറ്റിപ്പെൻസിൽ എഴുതിയത് ആര്? കുഞ്ഞുണ്ണി മാഷാണ്. പ്രശസ്തരായിട്ടുള്ള കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ്? കവി ഭാരതമാണ് ആൻസർ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി സമ്മാനങ്ങളൊക്കെ നേടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കൂളിൽ എല്ലാവരും വിന്നർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.